വണ്ടർഫുൾ ഗിഫ്റ്റ് അല്ലേ അമ്മ അല്ലേ? അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെ ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ 7 മാസം പ്രായമുള്ള ബേബീസ് മുതൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുത്ത ഒരു പാസ്തീന റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. പാസ്തീന ഇപ്പോഴത്തെ എല്ലാ ഗ്രോസറി സ്റ്റോഴ്സിലും കിട്ടും. പാസ്തീന എന്ന് പറയുന്നത് പാസ്ത തന്നെയാണ്, പക്ഷെ അത് തീരെ ചെറിയ സൈസായിരിക്കും. ഇത് കണ്ടാലും നമ്മുടെ ചോറ് പോലൊക്കെ ഇരിക്കും. ഇത് ബേബീസിനൊക്കെ ഇറങ്ങിപ്പോകാൻ നല്ല എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, സാധാരണ പാസ്ത എടുത്താൽ മതി. ബേബീസിന് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ വേവിക്കണം. അപ്പം ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ല ഇത് ടിപ്പിക്കലി ഒരു കിഡ്സ് ഡിഷാണ്. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് പാസ്തീന. ഇത് പല ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ അരി പോലെ ഇരിക്കുന്നത്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി പിള്ളേരുടെ ഫുഡിലൊക്കെ ആദ്യമേ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുഞ്ഞു പിള്ളേരുടെ വയറിനും എല്ലാം നല്ലതാണ്. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 ടൊമാറ്റോ അരിഞ്ഞത്, പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ചീസ് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ബട്ടറോ ഗീയോ വല്ലതും ചേർത്താലും മതി. പിന്നെ ഒലിവ് ഓയിൽ, പിന്നെ 2 ബോയിൽഡ് എഗ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ യെല്ലോ 9 months തൊട്ട് കൊടുക്കാം. വൈറ്റ് കൊടുക്കുന്നത് 1 വയസ്സ് കഴിഞ്ഞിട്ട് മതി. പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, അത് 2 വയസ്സ് കഴിഞ്ഞിട്ട് മതി. തിളച്ച വെള്ളത്തിലോട്ട് പാസ്തീന ഇട്ടിട്ട് ഒരു 8 to 10 minutes വേവിക്കാൻ അവർ എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്ത ഇടാം. അപ്പോൾ പാസ്ത വേവുന്ന സമയത്ത് തന്നെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒലിവ് ഓയിലിൽ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി സവാള ഇടാം, കുറച്ച് ഉപ്പ്. ചീസിൻ്റെ അകത്ത് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. 1 വയസ്സിൽ താഴെയുള്ള ബേബീസിനാണെങ്കിൽ ഉപ്പിടണ്ട കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫുൾ പാക്കറ്റ് പാസ്തീന ഇടാൻ പോവാം. അപ്പോൾ ബാക്കി വരുവാണെങ്കിൽ നമ്മൾ അമ്മമാർക്കും കഴിക്കാമല്ലോ. അമ്മമാർക്കും ഇഷ്ടമല്ലേ പാസ്തയൊക്കെ? എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ 10 മിനിറ്റത്തേക്ക് ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ഇടാം. അപ്പം നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. ഇത് വാർത്തെടുക്കുകയൊന്നും വേണ്ട, ബാക്കിയുള്ള വെള്ളം അങ്ങ് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ബാക്കിയുള്ള വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ കുറച്ച് വഴണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. പംപ്കിനൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. നമുക്കിനി ഇത് ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒത്തിരി വേവിച്ചതിൻ്റെ വൈറ്റമിൻസ് ഒന്നും കളയണ്ട. ഇനിയിപ്പോൾ ഈ വെജിറ്റബിൾസിനെല്ലാം ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇച്ചിരി വലിയ പിള്ളേരാണെങ്കിൽ ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ മൂത്ത മോനാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ തന്നെ ഇച്ചിരി മടിയാണ്. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്കൊന്നും അറിയത്തില്ല. ഇനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മൂപ്പിക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പാസ്തീന ചേർക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചീസ് ചേർക്കാം. ഇപ്പോൾ 1 വയസ്സിൽ താഴെയുള്ള ബേബീസിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ച് ചേർക്കാം. ഇപ്പം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് ഞാൻ മക്കളെ വിളിക്കാം. മിക്കി മൗസിന് കൊടുക്കാം.